ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ മുബാറക്. നമുക്ക് അടിപൊളി പൂരി ഉണ്ടാക്കിയാലോ? ഇത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പൂരി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ലപോലെ പഫായിട്ടുള്ള ഈ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ഗോതമ്പ് മാവ്, പിന്നെ 150 ഗ്രാം മൈദ, ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരു പാത്രത്തിലേക്ക് ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് നല്ലപോലെ മെൽറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി കൈകൊണ്ട് നന്നായിട്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചെടുക്കുന്നില്ലേ, അതുപോലെ തിരുമ്മിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതേ രീതിയിൽ കുഴച്ചെടുക്കണം. പിന്നെ കുഴച്ചെടുക്കുന്ന സമയം നന്നായിട്ട് മാവ് സോഫ്റ്റ് ആവണം. കുറച്ച് ടൈം എടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കണം. കുഴച്ച മാവുണ്ടല്ലോ, നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതേപോലെ കുഴച്ചെടുക്കണം. അങ്ങനെയാകുമ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂറിന് ശേഷം ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പൂരി പരത്തിയെടുക്കുന്ന സമയമുണ്ടല്ലോ, വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് പഫായിട്ട് പൊന്തി കിട്ടില്ല. ചപ്പാത്തി മാവിൻ്റെ അത്രയും വലിപ്പം വേണ്ട, അതിനേക്കാളും കുഞ്ഞു വലിപ്പത്തിൽ എല്ലാം ബോൾസാക്കി എടുത്തു വെക്കണം. അതിനുശേഷം പരത്തിയെടുക്കണം. ഇനി നിങ്ങൾക്ക് ചപ്പാത്തി പ്രസ്സിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. പക്ഷെ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഇങ്ങനെ ചപ്പാത്തി കോലുകൊണ്ട് പരത്തിയെടുക്കുമല്ലോ, പൊടിയൊക്കെ ഇട്ട്, അങ്ങനെ പരത്തിയെടുക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. അല്പം കനത്തോടു കൂടി ഇത് പരത്തിയെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. നല്ലപോലെ ക്രിസ്പി ആവും പുറം ഭാഗമെല്ലാം. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് കുഴച്ചെടുക്കുമ്പോൾ 1/2 കിലോ ഗോതമ്പ് മാവിൻ്റെ കൂടെ 150 ഗ്രാം മൈദ മാവും കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലും കിട്ടുമല്ലോ, അതേ ടേസ്റ്റുള്ള പൂരി തന്നെ കിട്ടും. കൂടുതൽ പൂരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പരത്തി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചു കൊടുത്താൽ മതി, അല്പം ഒരു നനവുള്ളത്. അങ്ങനെയാകുമ്പോൾ എന്താവും അറിയോ, ഇതൊന്നും ഡ്രൈ ആവാണ്ട് കിട്ടും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു കുഴിയുള്ള പാത്രത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വട്ടം കുറഞ്ഞ പാത്രമാകുമ്പോൾ നന്നായിട്ട് മുങ്ങി കിട്ടും. എന്നിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ മീഡിയം തീയാക്കി കൊടുത്ത് ഓരോ പൂരിയും നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഓയിലിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പൊങ്ങി വരും. പൊങ്ങി വന്നില്ല എങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇവിടെ പഫായിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ പൂരിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം കുഴച്ചെടുക്കുന്ന സമയം നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അതേപോലെ മാവ് കുറച്ച് സമയം ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് വെച്ചത്. ഇനി ടൈം ഉണ്ടെങ്കിലോ 2-3 മണിക്കൂറൊക്കെ വെച്ചാൽ ഭയങ്കര സോഫ്റ്റായിട്ട് മാവ് കിട്ടുകയും ചെയ്യും. പൂരി അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പൂരി ഉണ്ടാക്കൽ. പകരം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഡാഡിക്കൊക്കെ ഉണ്ടല്ലോ, മൈദ ചേർത്ത പൂരിയാണ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവൽ. നമ്മൾ പൊതുവെ പണ്ടെല്ലാം മൈദയിൽ മാത്രം പൂരി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ ആട്ടാപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരണം. തീ എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കണം, ഫുൾ ഫ്ലെയിമിൽ വേണ്ട. അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. മീഡിയത്തിലാകുമ്പോൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ജസ്റ്റ് മാറിയാലും കരിഞ്ഞു പോകാതിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ദാ ഗൈസ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിലല്ലോ കുഴച്ചെടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ തൈരൊക്കെ ചേർത്താൽ ഇതിനേക്കാളും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതും പരീക്ഷിച്ച് നോക്കാം. ഞാൻ ചിലപ്പോൾ ചേർക്കലുണ്ട്. ഇപ്രാവശ്യം തൈര് ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ തൈര് ഉണ്ടായിരുന്നില്ല, തീർന്നു പോയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തൈര് ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. 2 ടേബിൾ സ്പൂൺ റവ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് പൂരി ഉണ്ടാക്കിയാൽ എണ്ണ അല്പം പോലും കുടിക്കില്ല. ആ ഒരു ട്രിക്സും നിങ്ങൾക്ക് ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പൂരി ഉണ്ടാക്കൽ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നതെന്നും ഇതേപോലെ തന്നെ പഫായിട്ട് കിട്ടുന്നോ എന്നും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പരത്തിയാണോ പൂരി ഉണ്ടാക്കുന്നത്, അതല്ല ചപ്പാത്തി പ്രസ് ചെയ്താണോ ഉണ്ടാക്കുന്നതെന്നും കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് അറിയണ്ടേ?
അടിപൊളി ഉരുളക്കിഴങ്ങിൻ്റെ ബാജി, അല്ലേന്നുണ്ടെങ്കിൽ വെളുത്ത കടല ഉണ്ടല്ലോ അതിൻ്റെ മസാല, പിന്നെ ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. സാധാരണയുള്ള കോംബോ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും അതേപോലെ ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.